അതൊരു തലവേദനയെ കുറച്ചു കാലം കാണും അമ്പിളി. അമ്മാവൻ എന്തെങ്കിലും ചോദിച്ചാൽ പറയാനുള്ള ഉത്തരം മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. നമ്മുടെ കയ്യിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് അവൻ ഉറപ്പായ അതിൽ തനിയെ പിന്മാറിക്കോളും. കോഫി കുടിക്കുമല്ലേ? ഇനിയിപ്പോ കുടിക്കാൻ പാടില്ലെങ്കിലും സാറ് തന്നോട് ഞാൻ കുടിക്കും. ഇവിടെ ആര് വന്നാലും ഒരു കോഫി കൊടുക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. കൂടെ എനിക്കൊരു കോഫി കുടിക്കാമല്ലോ, അതാണ്. ഇനി പറ, എന്താണ് അതിലിന്റെ വിഷയം? ഈ കോഫിയുടെ രുചിയിൽ എനിക്ക് സാറിന് മനസ്സിലാക്കാൻ പറ്റും. ബിസിനസ്സിൽ ഏത് ക്ലയന്റിനെയും തന്റെ വരുതിയിൽ വരുത്താനുള്ള കഴിവ് സാറിനുണ്ട്. ഉണ്ടായിരുന്നു. ബിസിനസ്സിൽ എനിക്ക് വിജയചരിത്രം മാത്രമേ ഉള്ളൂ. പിന്നെ സമ്പത്ത് പോലും ഒരു പരിധിക്കപ്പുറം ആവശ്യമില്ലെന്ന് തോന്നിയപ്പോൾ നിർത്തി. മകളുടെ ഹസ്ബൻഡ് ബാംഗ്ലൂർ ഒരു IT കമ്പനി തുടങ്ങാൻ ഷെയർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് മുഴുവൻ തന്നെ കൊടുത്തു. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആണ്. കമ്പ്യൂട്ടറിലായിരുന്ന കാലത്ത് ഞങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാരുടെ സിസ്റ്റം വർക്ക് ചെയ്തിരുന്നത് ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലായിരുന്നു. അത് മാറ്റിവെക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ. അല്ല, ഇതുവരെ ആദിലെന്നെ അന്വേഷിച്ചു വന്ന വിഷയം എന്താന്ന് പറഞ്ഞില്ല? സത്യത്തിൽ ഞാനിവിടെ വന്നത് രഘുവിനെ കാണാനാണ് സാർ. രഘുവിനോട് ഞാനൊരു കാര്യം സംസാരിച്ചിരുന്നു. പക്ഷേ അതിനുള്ള മറുപടി എനിക്ക് ഇതുവരെ കിട്ടിയില്ല സാർ. അതിൻ്റെ കാര്യമൊക്കെ രഘുവിനോട് സൂചിപ്പിച്ചിരുന്നു. അവനെ തിരക്കി ആദില് പഞ്ചരത്നത്തിൽ പോയിരുന്നല്ലേ? അതെ, പക്ഷെ ഞാൻ അവിടെ വിഷയമൊന്നും ഉണ്ടാക്കിയില്ല സാർ. അവിടെ ഉള്ളവർക്ക് ആദില് തന്നെ ഒരു വിഷയമാണല്ലോ. അമ്പിളി വലിയ ടെൻഷനോട് കൂടിയാ രഘുവിനെ വിളിച്ചത്. ആദിൽ വന്ന കാര്യം പറയാൻ അവൻ ഉടനെ അങ്ങോട്ട് പോവുകയും ചെയ്തു. നീ എന്തിനാ അതിലെ ഇനി അവനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നീ കാരണം ഗോൾഡ് മാഫിയയുടെ ഗുണ്ടകൾ അവനെ കണ്ടമാനം പീഡിപ്പിച്ചു. നിന്നെ വണ്ടി കയറ്റിക്കൊണ്ടുപോയ ഒരു തെറ്റ് മാത്രമല്ലേ അവൻ ചെയ്തിട്ടുള്ളൂ. അതൊരു തെറ്റൊന്നുമല്ല സാർ, രഘുവിന്റെ ജോലിയല്ലേ. ഞാൻ കാരണം കുറച്ച് ദിവസത്തേക്ക് രഘുവിന്റെ ജോലി മുടങ്ങിയെന്നുള്ള സത്യം തന്നെയാ. പക്ഷേ ഗോൾഡ് മാഫിയയിൽ നിന്ന് അവനെ രക്ഷിച്ചത് ഞാനല്ലേ സാർ. അതിന് രഘു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതിലെ. ആ സത്യം നീ തന്നെ തുറന്നു പറഞ്ഞപ്പോ ഗോൾഡ് മാഫിയ അവനെ വെറുതെ വിട്ടുന്നല്ലേ. അല്ല സാർ, അതങ്ങനെയല്ല. ഞാൻ രഘുവിന്റെ വണ്ടിയിൽ ഒളിപ്പിച്ച സ്വർണം അവനെടുത്ത് മാറ്റിയിട്ടുണ്ട് സാർ. അതെനിക്ക് ഉറപ്പാ. ആ ഉറപ്പ് നിനക്ക് മാത്രം പോരല്ലോ. രഘുവിന്റെ കയ്യിൽ ആ സ്വർണം ഉണ്ടെന്നുള്ളതിന് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടോ? ചൂണ്ടിക്കാണിക്കാൻ തെളിവൊന്നുമില്ല, പക്ഷെ എന്റെ മനസ്സിലതുണ്ട് സാർ. അത് രഘുവിന് ഒരു ദിവസം സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ സമ്മതിപ്പിച്ചിരിക്കും ഞാൻ. എന്നാ പോയിക്കോട്ടെ സാറേ. രഘു പുതിയ ബിസിനസ്സൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? രഘുവിന് വേണ്ടി പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നത് ഞാനാ. അല്ലാതെ രഘുവിന് കിട്ടിയ സ്വർണം വിറ്റിട്ടാണ് അത് തുടങ്ങുന്നതെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട. ഈ അനന്തമാഷ് എന്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ. അണ്ണനോടുള്ള സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ പേരിൽ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. ഇതും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സാറിന് അനന്തമാഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസം ഹോസ്പിറ്റലിലെ വേദനയ്ക്കിടയിൽ ഞാനതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കടത്തുന്നവൻ എന്തൊക്കെ ചിന്തിക്കുമെന്ന് സാറിന് ഊഹിക്കാമല്ലോ. എല്ലാ പഴുതുകളും അടച്ചേ അവൻ ഓരോ അടിയും മുന്നോട്ട് വയ്ക്കൂ. എന്റെ ബോസിനെ ചതിക്കാനല്ല
ഞാൻ ആ സ്വർണം രഘുവിന്റെ വണ്ടിയിൽ ഒളിപ്പിച്ചത്. ഞാൻ പിടിക്കപ്പെട്ടാലും അതെങ്കിലും ബോസിന് കിട്ടണമെന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ ഞാൻ ആക്സിഡന്റിൽ പെട്ടുപോയി. ജീവനോടെ തിരിച്ചു വരാൻ പറ്റുമെന്ന് കരുതിയില്ല. പക്ഷെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലായപ്പോ ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ള വഴി അടഞ്ഞു ഉറപ്പായി. ഈ പരുവത്തിലുള്ള എന്നെ ഇനി ഗോൾഡ് മാഫിയയ്ക്ക് ആവശ്യം വരില്ല. അപ്പോ സ്വയം പിടിച്ചു നിൽക്കണ്ടേ? അതുകൊണ്ടാ സാറേ 1 കിലോ സ്വർണത്തിന്റെ ബാറ് രഘുവിന്റെ വണ്ടിയിൽ വെച്ച കാര്യം ഞാൻ എന്റെ ബോസിനോട് പോലും പറയാതിരുന്നത്. ഇതുവരെ മറ്റാർക്കും കിട്ടിയതായിട്ട് അറിവില്ല. അപ്പൊ പിന്നെ അത് രഘുവിന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൽ എന്താ സാർ തെറ്റ്? ആദിലിന്റെ ഭാഗത്ത് നിന്ദിക്കുമ്പോ അതൊക്കെ ശരി. പക്ഷേ രഘുവിന്റെ കയ്യിൽ ആ സ്വർണം കിട്ടിയില്ലെന്നാണോ സാറ് പറയുന്നത്? വേണ്ട സാറേ, അത് കാലം തെളിയിക്കട്ടെ. കാലം അത് തെളിയിച്ചിരിക്കും. ദാച്ച മോളെ, സി ഐ എന്തു പറഞ്ഞു വച്ചാ? ജീവൻ രാജിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവരന്വേഷിക്കുന്നുണ്ടോ? എന്തൊക്കെയോ സൂചനകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു. എന്തായാലും ഉടനെ തന്നെ അവനെ കണ്ടെത്താൻ കഴിയുമായിരിക്കും. എന്നിട്ടും നിന്റെ മുഖത്ത് എന്താ ഒരു തെളിച്ചമില്ലാത്തെ? നീ പോലീസിനെ വിശ്വസിക്കും മഞ്ചാടി. ജീവൻ രാജിന്റെ കാര്യത്തില് അവർക്ക് മാത്രമല്ലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ? ഇതുവരെ എനിക്ക് അവരിൽ വിശ്വാസം ഉണ്ടായിരുന്നു ചേച്ചി. പക്ഷെ ഇന്നത്തോടെ അത് അവസാനിച്ചു. ഇവിടെ നിന്ന് ഗൂഗിള് തല്ലിച്ചതച്ച് ജീവച്ചവമായി കണ്ടെയ്നർ ലോറിയിൽ കയറ്റിവിട്ട ജീവൻ രാജ് ഇപ്പൊ മുംബൈയിൽ മയക്കുമരുന്ന് മാഫിയയുടെ സംരക്ഷണത്തിലാണെന്നാ CI സാർ പറയുന്നത്. ഇതൊക്കെ എന്തോ കളിയാ ചേച്ചി. ജീവൻ രാജ് ഒരിക്കലും അങ്ങനെ ഒരിടത്ത് എത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മഞ്ചാടി, പോലീസ് എന്തിനാ കള്ളം പറയുന്നേ? ജീവൻ രാജിനെതിരെ പ്രവർത്തിച്ചിട്ട് അവർക്ക് എന്താ നേടാനുള്ളത്? ജീവൻ രാജിനെ എന്നെയും തമ്മിൽ അകറ്റിയവരെ സംരക്ഷിക്കാൻ പോലീസിനെ കയ്യിലെടുക്കാൻ കഴിവുള്ളവരെ സച്ചി സാറും മകനെന്ന് നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. പക്ഷേ ജീവൻ രാജിനെ ഇല്ലാതാക്കിയിട്ട് അവര് സന്തോഷമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിനെതിരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മഞ്ചാടി,